ആഗമം മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വ്യാജ കമ്മ്യൂണിസ്റ്റുകാർക്ക് രണ്ട് പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. ഒന്നാമത് ഇറാനെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി തൊട്ടടുത്ത് തന്നെ അമേരിക്ക ഇറാന്റെ തലക്കിട്ടടിച്ചു. അതോട് ചേർന്ന് നിലമ്പൂർ ഇലക്ഷൻ നടന്നപ്പോൾ ഹമാസിന്റെ വലിയ വക്താവായ എം സ്വരാജിന്റെ മസ്തിഷ്കത്തിനാണ് അടികൊണ്ടത്. ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഇവരുടെ ഹമാസ് പ്രേമമോ ഇറാൻ പ്രേമമോ കമ്മ്യൂണിസത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടിയോ ശക്തി വർധനവിന് വേണ്ടിയല്ല. ഇവിടെ കുറെ ആളുകളെ പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. അതുതന്നെ അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചുകൊണ്ടു പോകുന്നു എന്ന വസ്തുത അറിയാതെയുള്ള പ്രചാരണമാണ്. നമുക്കറിയാം, ഇറാൻ അമേരിക്കയ്ക്ക് പകരം അമേരിക്കയുടെ പ്രസിഡന്റായി ഇറാന്റെ സർവഭരണാധികാരി അയത്തുള്ള ഖൊമനി അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന പദവിയിലേക്കായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹമാണ് അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ ഗതി? എല്ലാ അമുസ്ലിങ്ങളെയും കൊന്നൊടുക്കിക്കൊണ്ട്, ഈ കമ്മ്യൂണിസ്റ്റുകാരെയും കൊന്നൊടുക്കിക്കൊണ്ട് ഒരു ലോകാധിപത്യം അല്ലെങ്കിൽ ഇസ്ലാമിക പൊളിറ്റിക്സ് കളിക്കുകയും മറ്റൊരു മനുഷ്യന് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും അധികം വിധ്വംസകമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാൻ ആണ്. ഇറാന്റെ നേതൃത്വത്തിലുള്ള ഷിയ ഭരണകൂടം അവർ പ്രോക്സി ഉപയോഗിച്ച് എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വസ്തുത ഇവർക്ക് അറിയാൻ പാടില്ലായിട്ടല്ല, അതിനെതിരെ പ്രവർത്തിക്കുന്ന അമേരിക്കയെയും ഇസ്രയേലിനെയും തേജോവധം ചെയ്യുക, അതുവഴി ക്രിസ്ത്യാനിറ്റിയെയും യൂദാമതത്തെയും ഇല്ലായ്മ ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റെല്ലാ മതങ്ങളെയും, അതായത് ഇന്ത്യയിലെ ഹിന്ദു മതത്തെയും ബുദ്ധമതത്തെയും ഇല്ലായ്മ ചെയ്യുക. അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് സാർവലൗകികമായ ഇസ്ലാമവൽക്കരണമാണ്. അതൊരിക്കലും നടക്കാത്ത സ്വപ്നമാണ്. ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല. ഏതാനും ചില രാജ്യങ്ങളുടെ ആശീർവാദം ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഈ തീവ്ര ഇസ്ലാമിക വിഭാഗമായിരിക്കുന്ന ഇറാൻകാർക്ക് ലോകത്തിൽ ഒരു ശക്തിയുമില്ല. നമുക്കറിയാം, ഇസ്രയേൽ എന്ന ജനത 93 ലക്ഷം ജനങ്ങൾ മാത്രമാണുള്ളത്. ആ ഇസ്രയേൽ ജനതയുടെ 10 ഇരട്ടിയോളം ജനസംഖ്യ ഇറാൻ ഉണ്ട്. ഇസ്രയേലിന്റെ ഭൂപ്രദേശത്തേക്കാൾ 80 ഇരട്ടി വലിപ്പം ഇറാനുണ്ട്. ആ കുഞ്ഞൻ രാജ്യത്തിന് മുമ്പാകെ പിടിച്ചു നീക്കുവാൻ കഴിയാത്ത ഒരു രാഷ്ട്രമാണ് ഇറാൻ. ആ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ മുമ്പേ പുറപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥിതിവിശേഷം ഈ കമ്മ്യൂണിസത്തിന്റെ അന്ത്യം കുറിക്കാൻ പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയിട്ടും പ്രയോജനവുമില്ല. ഇവിടെ ഇതിന് യാതൊരു നിലനിൽപ്പുമില്ല. അതിന്റെ അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റിയ ലക്ഷണങ്ങൾ, അതിന്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യയിലുടനീളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെമ്പാടും കമ്മ്യൂണിസം ഇല്ല. ഇപ്പോൾ അവിടിവിടങ്ങളായിട്ട് ചില നിലനിൽപ്പുണ്ടായിരുന്നു, പശ്ചിമബംഗാളിലും ത്രിപുരയിലുമൊക്കെ. അതൊക്കെയും കെട്ടടങ്ങി അവസാനം ഊർജ്ജശ്വാസം വലിക്കുവാൻ ഉള്ള അവസ്ഥയിൽ കേരളത്തിലെ കമ്മ്യൂണിസം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിന്റെ അന്ത്യവും ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം.